ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചിക്കൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് അരി തിളപ്പിക്കാനായിട്ട് ചോറുണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ജീരകം, കുരുമുളക്, ഏലക്കായ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, അതായത് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 കോഴിമുട്ട കുരുമുളക് ചേർത്ത് ഇതുപോലെ ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിക്ക് ഇതൊന്ന് ഇതുപോലെ മസാലയൊക്കെ എല്ലാം പിടിച്ചു വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.